എല്ലാവർക്കും നമസ്കാരം. രതീഷേട്ടനൊപ്പം വർക്ക് ചെയ്യാന്നുള്ള എൻ്റെ ഒരു ഭയങ്കര ഭാഗ്യമാണ്. ഞാൻ ഭയങ്കര ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു. അപ്പോൾ ഈ പടത്തിലോട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യണത് ചാക്കോച്ചനാണ്. അപ്പോൾ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഡയറക്ടറുണ്ട് രതീഷേട്ടൻ. രതീഷേട്ടൻ്റെ പടമാണെങ്കിലും നാത്തൻ കേസൂട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, കനകൻ കാമിനി കലം, ഇതൊക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകളാണ്. അപ്പം അന്നോട്ടെ രതീഷേട്ടൻ വർക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് സംഭവിച്ചു. അത് ലിസിൻ ചേട്ടനൊപ്പം ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തത്. ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പടത്തിൽ ഭയങ്കര എളുപ്പമായിരുന്നു. രതീഷേട്ടൻ പറയുന്ന പോലെ അല്ലെങ്കിൽ പുള്ളി അത് അഭിനയിച്ച് കാണിച്ചു തരും. അത് ഭയങ്കര സിമ്പിളായിരുന്നു, കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ സോങ്ങുകളൊക്കെ കണ്ടിരുന്നു. ഇതിലെ സോങ് ഞാൻ ആൽക്കലി എന്നുള്ള സോങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ ചാക്കോച്ചിനെ ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു എപ്പിസോഡൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ചെറിയ റിസ്ക് എടുത്ത പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് 15-ാം തീയതി പടം വരുന്നുണ്ട്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഇതിൽ രാജേന്ദ്ര പ്രസാദ് എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടത്തിൽ ഒരു പോയിന്റിൽ ഈ ക്യാരക്ടറിൻ്റെ കാല് ഇഞ്ചുറി ആവും. അപ്പോൾ അതിനുശേഷം ത്രൂ ഔട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ആ ക്യാരക്ടറിൻ്റെ ആർക്ക്. അപ്പോൾ റിയലായിട്ട് അത് ഷൂട്ട് ചെയ്ത് തൊട്ട് മുന്നേ എൻ്റെ കാല് ശരിക്കും ഇഞ്ചുറി ആയി. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു എയർലൈൻ ഫ്രാക്ചർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നെ ത്രൂ ഔട്ട് പിന്നെ അഭിനയിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ദുരൂഹ സാഹചര്യങ്ങൾ ആ പടത്തിലുണ്ടായിരുന്നു. അപ്പൊ വേറെ പടമാണെന്നെങ്കിൽ അപ്പൊ തന്നെ പാക്കപ്പ് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ചികിത്സ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞാൽ തുടങ്ങും. പക്ഷെ ഇവരെല്ലാം കൂടി അങ്ങനെയായി. അത് ചെറിയ പരിക്കായതുകൊണ്ട് കുഴപ്പമില്ല. ഫസ്റ്റ് ഡേ തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് 4 ദിവസം ഒരു 5 ദിവസം റെസ്റ്റ് വന്നതിന് ശേഷം ബാക്കി ഷൂട്ട് ചെയ്തു. അപ്പൊ അങ്ങനെയാണ്. പിന്നെ എല്ലാവരും ഭയങ്കര ഡിഫറെന്റ് ലുക്കാണ്. രതീഷേന്റെ പടത്തിലൊക്കെ അങ്ങനെയാണ്. എന്നെയൊക്കെ കാണാത്ത രീതിയിലാണ് ക്ലീൻ ഷേവ് ചെയ്തൊരു മാർക്കൊക്കെ ഉണ്ട്, ഒരു പാച്ചൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജാഫർക്കാട് നേരത്തെ പറഞ്ഞ പോലെ ഹെയർ സ്റ്റൈല്, ചാക്കോച്ചിന്റെ ആണെങ്കിലും എല്ലാവരും രതീഷേന്റെ ഒക്കെ ആണെങ്കിലും. പിന്നെ ഒരു ഇതിൽ 4 ഡയറക്ടേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. രതീഷ് മഹാരാഷ്ട്ര പൊതുവാൾ, ദിലീഷ് പോത്തൻ, രാജേഷ് മാധവൻ, ചിദംബരം, ഇവരൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷമുണ്ട്. എന്തായാലും 15-ാം തീയതി സിനിമ വരികയാണ്. എന്തായാലും അടിപൊളി സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.